ഇന്നത്തെ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ഈ യാത്രയുടെ പ്രമേയം തന്നെയാണ്. മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഈ പ്രമേയം. ഉസ്താദിന്റെ എന്ത് മാന്ത്രിക ശക്തി കൊണ്ട് കൂടിയിട്ടാണ് ഈ പ്രമേയം കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സാധാരണ നമ്മൾ സമ്മേളനങ്ങൾ കാണാറുണ്ട് വലിയ രീതിയിലുള്ള പ്രമേയങ്ങളെല്ലാം. ഇത് ഒരു ചെറിയ വാക്ക്, മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന വാക്ക്. വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദിന്റെ ജീവിതം തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം എപ്പോഴും മനുഷ്യർക്കൊപ്പം തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോൾ അത് രോഗികൾക്കൊപ്പമായിരിക്കും, പാവപ്പെട്ടവർക്ക് ഒപ്പമായിരിക്കും, നമുക്ക് നമ്മുടെ സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി അവരുടെ ഒപ്പമായിരിക്കും. അങ്ങനെ നിരാലംബരായിട്ടുള്ള ആളുകളുടെ ഒപ്പം, അശരണരായിട്ടുള്ള ആളുകളുടെ ഒപ്പമായിരിക്കും ഈ ഒപ്പം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ് ഇപ്പോ കഴിഞ്ഞ ഏകദേശം 6 മാസം മുമ്പ് നമ്മളുടെ യമനിൽ നിന്ന് ഇവിടെ നിന്ന് പോയ ഒരു നഴ്സ് യമനിൽ വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഇടപെടലുകളിലൂടെ ആ പറയുന്ന നമ്മളുടെ സഹോദരിക്ക് ഇപ്പോഴും ജീവനോടുകൂടി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥമാണ് മനുഷ്യത്വം എന്നുള്ളത്, അതിന്റെ അർത്ഥമാണ് മാനവികത എന്നുള്ളത്. അതാണ് ഈ പ്രമേയം എന്ന് പറയുന്നത്. ഈ പ്രമേയത്തിന്റെ പ്രസക്തിയും അത് തന്നെയാണ്. ഇനി എനിക്ക് വ്യക്തിപരമായിട്ട് ഉള്ള ഒരു അറിവെന്ന് പറയുന്നത്, കോവിഡ് കാലം, വലിയ ബുദ്ധിമുട്ടുള്ള കാലം. ഞാനൊക്കെ ഡൽഹിയിലാണ്. ഞാൻ ഡൽഹിയിലെ KMCC അധ്യക്ഷനായിരിക്കുന്ന സമയമാണ്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ മരുന്നുകളും ഭക്ഷണങ്ങളും ഒന്നും എത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അവിടെ ഡൽഹി മർക്കസ് ഉണ്ട്. ഡൽഹി മർക്കസും KMCCയും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഞങ്ങൾ വിളിച്ചിട്ട് പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ പൈസയെല്ലാം ഉണ്ട്, പക്ഷേ സാധനങ്ങൾ എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോ സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസം അവിടുത്തെ ഡൽഹി മർക്കസിനുണ്ട്. അപ്പൊ ഞങ്ങളെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെയ്യണമെന്ന് നമ്മളുടെ ഒരു അഭ്യർത്ഥന. ആ അഭ്യർത്ഥന മാനിച്ച് ഉസ്താദ് പറഞ്ഞു, ഡൽഹി മർക്കസും KMCCയും ഒരുമിച്ചായിരിക്കും കോവിഡിന്റെ പ്രവർത്തനങ്ങൾ ഡൽഹിയിൽ നടത്തുന്നത് എന്നുള്ളത് അന്ന് ഉസ്താദ് പറഞ്ഞപ്പോ അതിന്റെ ഒരു ഫലം എത്രയോ ആളുകൾക്കാണ് അന്ന് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയത്. മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന പ്രമേയം, ഈ പ്രമേയവുമായിട്ട് മുന്നോട്ട് പോയി ഇത് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഉണ്ടാകുന്ന മാറ്റം വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സമുദായത്തെയും ഈ സംസ്ഥാനത്തെയും അത് വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ആ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹു തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.